ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അതായത് നമ്മളെ വീടിൻ്റെ മതിലിൻ്റെ ബേസ്മെൻറ്റ് അത് നമുക്ക് ബലപ്പിക്കാൻ, അതായത് വീടിൻ്റെ മതിൽ മറിയാതിരിക്കാൻ വളരെ ചിലവ് ചുരുക്കി നമുക്ക് എങ്ങനെ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സൈറ്റിലെ മതിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മതിൽ കാണുമ്പോൾ അറിയാം, കരിങ്കല്ല് കെട്ട് മുഴുവനും മണ്ണിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇതാ കണ്ടോ, അടിയിൽ വെറും മണലാണ്. അപ്പോൾ ഇത് നല്ലൊരു കാറ്റും, സൈഡ് അപ്പുറത്ത് റോഡാണ്, വണ്ടികളൊക്കെ പോകുന്ന റോഡാണ്. അപ്പോൾ നല്ലൊരു കാറ്റും മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ബേസ്മെൻറ്റ് മുഴുവനും തകർന്നു പോകും. അങ്ങനെ തകർന്നാൽ പിന്നെ ഒരുപാട് പൈസ മുടക്കേണ്ടി വരും. നമുക്ക് ഇത്രയും ബേസ്മെൻറ്റ് കെട്ടി, ഹോളോ ബ്രിക്സ് കെട്ടി, ഒരു മരം വരെ പൊടിച്ച് നിൽക്കുക, ആ കരിങ്കല്ലിൻ്റെ ഇടയിൽ കൂടി ആ മരം പൊടിച്ച് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ ചുരുക്കത്തിൽ, അതായത് വളരെ ചിലവ് കുറച്ച് എങ്ങനെ നമുക്ക് ഈ മതിൽ പൊളിക്കാതെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിർത്താം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ ഇവിടെ മണൽ മുഴുവൻ മാറ്റുകയാണ്. അപ്പോൾ കാരണം ഇവിടെ ഒരുപാട് മണ്ണ് പൊങ്ങിക്കിടപ്പുണ്ട്. അപ്പോൾ ആ മണ്ണ് തറ ലെവൽ ചെയ്തപ്പോൾ തന്നെ ഇതായത് കണ്ടോ, നമ്മൾ ഈ കണക്കിനാണ് വാനം വെട്ടിയത്. അപ്പോൾ ഏകദേശം വാനം എന്ന് പറയുന്നത് ഒരടി താത്താണ് നമ്മൾ വാനം വെട്ടിയിരിക്കുന്നത്. ഇത് അടിയിൽ പുട്ടിങ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ ഈ സൈഡ് വാൾ കോൺക്രീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ കോൺക്രീറ്റ് ചെയ്യുമ്പോഴുള്ള ഉപയോഗം എന്ന് പറയുന്നത്, ഈ സൈഡിൽ നിന്ന് മണലോ കരിങ്കല്ലോ ഒന്നും ഇളകി വീഴില്ല. ഈ കോൺക്രീറ്റ് നിൽക്കുന്നതുകൊണ്ട് ഈ കരിങ്കല്ല് മുഴുവനും സപ്പോർട്ടായിട്ട് നിൽക്കും. അല്ല നമ്മൾ ഈ കരിങ്കല്ല് മുഴുവനും പൊളിച്ച് ഈ ഹോളോ ബ്രിക്സൊക്കെ പൊളിച്ച് ചെയ്യുമ്പോൾ ക്ലയൻറ്റിന് നല്ലൊരു എമൗണ്ട് ചിലവാകും. അപ്പോൾ നല്ല മഴയാണ്, നല്ല മഴയത്താണ് ഞങ്ങളിതിപ്പോൾ ചെയ്യുന്നത്. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് കുറച്ച് ദിവസം മഴ ആയതുകൊണ്ട് നമുക്ക് മഴയൊന്നും ഒരു വിഷയമല്ല. കാരണം ഇനി 1 അല്ല 2 അല്ല 3 ദിവസം ഇനി നിർത്താതെ മഴ പെയ്താലും ഞങ്ങൾ വർക്ക് ചെയ്യും. ഇപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ആ ഷീറ്റൊക്കെ അടിച്ച് ഷട്ടറിങ് എല്ലാം അടിച്ച് സെറ്റ് ചെയ്യണം. കാരണം ഇതുപോലെ ഏകദേശം 4 അടി ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാനം കോൺക്രീറ്റ് ചെയ്യണം. കാരണം ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് കനത്തിൽ നമുക്ക് കോൺക്രീറ്റ് ചെയ്യണം. കോൺക്രീറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ തറ ലെവൽ ചെയ്ത് മണ്ണ് മാറ്റുമ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ സപ്പോർട്ട് ചെയ്ത് വെക്കുന്ന കോൺക്രീറ്റിന് ഒരു പിടുത്തം കാണില്ല. അപ്പോൾ അതുകൊണ്ടാണ് നല്ല മഴ പെയ്യണം. അതുകൊണ്ടാണ് നമ്മളിപ്പം അടിയിൽ ഒരു 4 ഇഞ്ച് കണക്കിന് കോൺക്രീറ്റ് ചെയ്യുന്നത്. ഇപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ അല്ലെങ്കിൽ ഇതേപോലെ മതിലിൽ ഇങ്ങനത്തെ പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ പൊളിച്ച് മാറ്റാൻ നിൽക്കണ്ട. കാരണം പൊളിച്ച് മാറ്റുമ്പോൾ ഒരുപാട് പൈസയാവും. ഇതാവുമ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് വേസ്റ്റ് ആവത്തില്ല. ഒരു 6 ഇഞ്ച് കനത്തിൽ നമ്മൾ സൈഡിൽ ഷട്ടറിങ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഉപയോഗമായിരിക്കും. നമുക്ക് ഈ മണലോ മറ്റ് കല്ലോ ഒന്നും തൊഴിയില്ല. ഇപ്പോൾ ക്ലയൻറ്റ് നമ്മോട് ചോദിച്ചത് ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞ ഐഡിയയിലാണ് ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ വാനം കോൺക്രീറ്റ് ചെയ്യാണ്. അതിനുമുമ്പേ ഒരു കാര്യം കൂടി പറയട്ടെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം, ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ മഴയത്ത് നിന്നാണ് കോൺക്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. കാരണം മഴയത്ത് നിന്ന് കോൺക്രീറ്റ്, ഈ വാനം കോൺക്രീറ്റ് ആയതുകൊണ്ട് നമുക്ക് വലിയ റിസ്ക് ഇല്ല. കാരണം ഇത്തിരി മഴ ഉറച്ചാലും ഈ സിമൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒലിച്ചു പോകത്തില്ല, അതിനകത്ത് തന്നെ നിൽക്കും. അപ്പോൾ നമ്മൾ മഴയെന്നും പറഞ്ഞ് മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച വർക്കിന്ന് തീർക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ കണക്കൂട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാനം മൊത്തം കോൺക്രീറ്റ് ചെയ്ത് ഷട്ടറിങ്ങിൻ്റെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം സെറ്റ് ചെയ്യാൻ പറ്റുമോ അത് ക്ലിയർ ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ വാനം കോൺക്രീറ്റ് ചെയ്ത് നല്ല ബെൻഡുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കറക്റ്റ് ലെവലല്ല. കാരണം ഈ കരിങ്കല്ല് കെട്ടിയിരിക്കുന്നത് കറക്റ്റ് ലെവലിനല്ല. അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് കനം കയറും. അപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞതനുസരിച്ച് ഒരു റൗണ്ട് വരുന്നുണ്ട്, അതേപോലെ തന്നെ കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഷട്ടറിങ്ങിൻ്റെ സാധനം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കണക്കൂട്ട് വെച്ചാൽ ഇതൊന്ന് ഷട്ടറിങ്ങിൻ്റെ ഇതെല്ലാം ചെയ്തിട്ട് ഇതിൽ 4 അടി പൊക്കം, ഇതിൻ്റെ ടോപ്പ് ഹൈറ്റിലും നമ്മൾ കോൺക്രീറ്റ് ചെയ്യണം. നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടുതലാണ്, സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ്. കാരണം നമ്മൾ പല വീടുകളിലും ബേസ്മെൻറ്റ് ഇതുപോലെ മണ്ണ് മാറ്റുമ്പോൾ ഇതുപോലെ ബേസ്മെൻറ്റ് മേളിൽ നിൽക്കും. അപ്പോൾ നമ്മളെ മൈൻഡിൽ പെട്ടെന്ന് വരുന്നത് ഇത് മൊത്തം പൊളിച്ചിട്ട് ഒന്നേന്ന് കരിങ്കല്ല് കെട്ടാം, അല്ലെ അങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് എമൗണ്ട് നമ്മളെ കയ്യിൽ നിന്നാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പമാണ്, നമുക്ക് അത്രയും പൈസ ആവത്തില്ല. നമ്മൾ വിചാരിക്കുന്നതിൻ്റെക്കാളും ഒരു 1% എമൗണ്ട് മാത്രമേ ഇതിലാവത്തുള്ളൂ, വലിയ എമൗണ്ട് ആവത്തില്ല. പിന്നെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലെപ്പോഴും
കമ്പി ഇട്ട് ചെയ്യുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം ഇവിടെ കമ്പി ഇട്ടല്ല ചെയ്യുന്നത്. കാരണം ഇവിടെ കമ്പി ഇടാതെ നിൽക്കുന്നത്. ഇടയ്ക്ക് ഞങ്ങൾ കരിങ്കല്ല് ഓരോ കമ്പി അടിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ക്ലയൻറ്റിനോട് പറഞ്ഞു കമ്പി ഇട്ട് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞ് കമ്പി വേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയാം. അപ്പോൾ അവരുടെ ഒറ്റ നിർബന്ധത്തിലാണ്. കാരണം നമുക്കിപ്പം നമ്മളെ കയ്യിൽ നിന്ന് കാശ് മുടക്കി നമുക്ക് കമ്പി മേടിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്ലയൻറ്റിന് കമ്പി വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ കമ്പി അധികം ചേർക്കാതെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ഏറ്റമിൻ്റെ കമ്പി വാങ്ങിച്ച് ഇടയ്ക്കിടയ്ക്ക് കമ്പി കൊടുത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി, ഇതിനേക്കാളും കുറച്ചും കൂടി ബലം കൂടുതൽ. ഇത് ബലമില്ല എന്നല്ല, ഇത് നല്ല ബലമാണ്. പക്ഷേ കമ്പി വെച്ച് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ബലമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ഒരുപാട് കമ്പി ഇട്ട് വേണമെങ്കിൽ ഒരുപാട് കമ്പി ഇട്ട് ചെയ്യാം. കാരണം നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണം. അപ്പം ഇതിപ്പോൾ കമ്പി ഇട്ട് ചെയ്യാത്തതിനും കമ്പി ഇട്ട് ചെയ്യുന്നതിനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് കമ്പി ഇടാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ ഒരു ബലമേ കിട്ടുള്ളൂ. എന്നാലും കരിങ്കല്ലും അറിയത്തില്ല, കോൺക്രീറ്റും അറിയത്തില്ല. പക്ഷെ നമ്മൾ കമ്പി ഇട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത്രത്തോളം നമ്മളെ കോൺക്രീറ്റിന് അത്രത്തോളം ബലമായിരിക്കും. നമുക്ക് ടെൻഷൻ അടിക്കേണ്ടി വരത്തില്ല. ഇപ്പോൾ ഞങ്ങൾ ഇതിൽ കോൺക്രീറ്റ് മിക്സിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പി ഇടാത്തതുകൊണ്ട് സിമൻറ്റ് ശകലം കൂട്ടിയാണ് ഇടുന്നത്. അതായത് നമ്മൾ മെയിൻ സ്ലാബിന് എങ്ങനെയാണോ കോൺക്രീറ്റ് കുഴയ്ക്കുന്നത് ആ ഒരു ലെവലാണ് ഇടുന്നത്, 4ഉം 5ഉം. കാരണം ഏകദേശം 4ഉം 5ഉം ഒരു പാക്കറ്റ്, അതായത് 4 കൂട്ടം മണൽ, 5 കൂട്ടം മെറ്റൽ, ഒരു പാക്കറ്റ് സിമൻറ്റ്. അപ്പോൾ ഞങ്ങൾ സാധാരണ കമ്പി ഇട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ ആവശ്യമില്ല, 6ഉം 7ഉം ഇട്ടാൽ മതി. അപ്പോൾ ഇത് നമ്മൾ കമ്പി ഇടാത്തത് കൊണ്ടാണ് നമ്മൾ 4ഉം 5ഉം ഇട്ടത്. അപ്പോൾ നിങ്ങൾ കമ്പി ഇട്ടാണ് ചെയ്യുന്നതെങ്കിൽ 6ഉം 5ഉം ഇട്ട് ചെയ്താൽ മതി. പിന്നെ ഭയങ്കര ഉപയോഗമാണ് കേട്ടോ. കാരണം ഇത് ചെയ്തു വരുമ്പോൾ തന്നെ എങ്ങനെ പോയാലും ഒരു 40,000 രൂപ ഇതിൻ്റെ ക്ലയൻറ്റിൻ്റെ കയ്യിലിരിക്കും, ലാഭമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. മറ്റേത് നമുക്ക് അത്രയും പൈസ നഷ്ടം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പൊതുവേ നമ്മളെ ഈ കൺസ്ട്രക്ഷൻ വർക്കിൽ കംപ്ലീറ്റ് തൊട്ട് ഇസഡ് വരെയുള്ള കാര്യങ്ങൾക്കും ഒരുപാട് ഐഡിയയും ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു ഐഡിയ നമ്മളെ ഈ ഫീൽഡിൽ തന്നെ വരുന്നുണ്ട്. അത് നമ്മളെ ഈ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ഒരു പ്രത്യേകത. വേറെ ഒരു ഫീൽഡിലും ഇങ്ങനെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടില്ല. കാരണം എല്ലാ കാര്യത്തിലും നമുക്കൊരു സൊല്യൂഷനുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനാണ് ഇത്. കാരണം ഈ ബേസ്മെൻറ്റ് പൊളിക്കാതെ ക്ലയൻറ്റിന് കുറച്ച് പൈസ ലാഭം ഉണ്ടാക്കി ഒരുപാട് നഷ്ടം വരാതെ നമുക്ക് എങ്ങനെ ഈ മതിൽ ബലപ്പിച്ച് നിർത്താം എന്നുള്ള ആ ഒരു കണക്കൂട്ടിലാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. കാരണം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് ഞാൻ നിങ്ങളിലും ഇത് എത്തിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റ് പിന്നെ ചെയ്യാൻ നേരത്ത് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. സപ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് 4 അടി ഹൈറ്റ് ഉണ്ട്. അപ്പോൾ 4 അടി ഹൈറ്റ് ഒറ്റ പൊക്കത്തിന് ഒരേ പ്രാവശ്യം നമ്മൾ കോൺക്രീറ്റ് ഇട്ട് നമ്മൾ ഫില്ല് ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് കൊണ്ട് തള്ളിക്കളയും, അതായത് കൊണ്ട് മറിയും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു 2 പ്രാവശ്യമോ 3 ട്രിപ്പായിട്ടോ വേണം നമ്മൾ കോൺക്രീറ്റ് ഇട്ട് ഫില്ല് ചെയ്യാൻ. അപ്പോൾ ഞങ്ങളിവിടെ 3 സ്റ്റെപ്പായിട്ടാണ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. അതായത് 4 അടി ആയതുകൊണ്ട് ആദ്യം ഒരു 2 അടി ലെവലിന് മൊത്തത്തിൽ കോൺക്രീറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 അടി ലെവലിന്, അത് കഴിഞ്ഞ് ഏറ്റവും ടോപ്പ് ലെവലിൽ. അങ്ങനെയാണ് കണക്കൂടി. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് നല്ല ലെവലിന് കിട്ടും. കാരണം പ്ലാസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ മറ്റേതാകുമ്പോൾ ഒരുപാട് തള്ളിയൊക്കെ പോകുമ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടി വരും. പിന്നെ ആദ്യം അടിയിലിടുന്ന കോൺക്രീറ്റ് എപ്പോഴും നല്ല ലൂസ് കോൺക്രീറ്റ് തന്നെ ചെയ്യണം. അതിൻ്റെ ഏറ്റവും ടോപ്പിലിടുമ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം കുറച്ച് ടൈറ്റ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, ഞങ്ങൾ ഏറ്റവും അടിയിലത്തെ വീതി എന്ന് പറഞ്ഞാൽ 5 ഇഞ്ച് വീതിയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഏറ്റവും ടോപ്പിൽ, കാരണം നമ്മൾ ചെറിയ സ്ലോപ്പ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ വന്നപ്പം ബേസ്മെൻറ്റ്, പഴയ ബേസ്മെൻറ്റ് ടോപ്പിലും കൂടി ചേർത്താണ് ഞങ്ങൾ കോൺക്രീറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതായത് മൊത്തത്തിൽ ഒരു കണക്ട് ചെയ്ത് പിടിച്ച് നിൽക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇത്രയും ചെയ്തു. അപ്പോൾ ഇതിപ്പം ഏകദേശം 38 അടി ഇതിൽ ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്തു. അപ്പോൾ ഇത് ഇത്രയും കോൺക്രീറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ആയത് മൊത്തം 9 പാക്കറ്റ് സിമൻറ്റ് കോൺക്രീറ്റ് ആയി. കാരണം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തത്.